നമസ്കാരം. സുഭാഷിതം. ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യതേ ഘടഃ സഹേതു സർവവിദ്യാനാം ധർമ്മസ്യ ധനസ്യ ച. ഇവിടെ ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ജലകണികകൾ ഓരോരോ തുള്ളിയായിട്ട് വീണ് എപ്രകാരമാണോ ഒരു കുടം നിറയുന്നത്, അതുപോലെ ആയിരിക്കണം എല്ലാ അറിവുകളും ധർമ്മവും ധനവും നമ്മളിലേക്ക് വന്നു ചേരേണ്ടത്. അഥവാ അപ്രകാരം മാത്രമേ അറിവ് സമ്പാദിക്കാവൂ. ആ അറിവിന് വളരെയധികം രുചി കാണും. ആ ധർമ്മത്തിന് വളരെ തീർച്ചയായിട്ടും ആ ധാർമ്മികത നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു ഉണർവുണ്ടാകും. അതേപോലെയാണ് ധനം. ആ ധനത്തിന് ആയുസ്സും ഉണ്ടാകും. അപ്പോൾ എപ്രകാരം ഒരു കുടത്തിൽ വെള്ളം തുള്ളിത്തുള്ളിയായി വീണ് നിറയുന്നു, അതുപോലെ ആയിരിക്കണം അറിവും ധർമ്മവും ധനവും എന്നാണ് ഈ സുഭാഷിതം സൂചിപ്പിക്കുന്നത്.